ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു പെൻസിൽ കാർവിംഗ് ആണ് കേട്ടോ. വളരെ വൃത്തിക്ക് തന്നെ നമുക്കിത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പം നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമ്മൾ ഡോംസിൻ്റെ ഒരു പെൻസിലും പിന്നെ ഈ പെൻ കത്തിയാണ് എടുത്തേക്കുന്നത്. ഇത് കാർവിങ് ചെയ്യാനായിട്ടുള്ള ടൂളാണ്. ആദ്യമായിട്ട് നമ്മൾ പെൻസിലൊന്ന് കൂർപ്പിച്ചെടുക്കുന്നുണ്ട്. ചെത്തിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒന്നതിൽ ചെറുതായിട്ടൊന്ന് വര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് നോക്കിയാലും മതി. നമ്മളിതിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് ആ വരച്ചതിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട വർക്കാണ്, ഇല്ലെങ്കിൽ സംഭവം പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. 10B പെൻസിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. സൂക്ഷ്മമായിട്ട് മെല്ലെ ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ തന്നെ നമുക്ക് റെഡി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചെറിയ സംഭവം ആയതുകൊണ്ട് ക്യാമറ കാണിക്കാൻ എല്ലാത്തിനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പൊട്ടിപ്പോയിട്ടുണ്ട് കുറേ പീസുകൾ. ഞാനത് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ പയ്യെ അത് ചെത്തിയിട്ടും ചുരണ്ടിയിട്ടും ഒക്കെ നമ്മൾ എടുത്ത് ക്ലിയർ ആക്കുന്നുണ്ട്. ഇച്ചിരി ടൈം നല്ലവണ്ണം ഇതിന് വരുന്നുണ്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പൊട്ടിപ്പോകുമ്പോഴാണ് ഭയങ്കര വിഷമം. നമ്മുടെ എഫേർട്ട് കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. എങ്കിലും നമുക്കിത് വൃത്തിക്ക് ക്ഷമയോട് കൂടി ചെയ്തെടുത്താൽ കിട്ടും. ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി എടുക്കാനേ ഉള്ളൂ. ഡോംസിൻ്റെ പെൻസിലാണ് നമ്മളിതിന് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് ക്യാമലിൻ്റെ പെൻസിലായിരുന്നു. അത് പൊട്ടിപ്പോയി. അത് ഒരു ഭയങ്കര പണിയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ പിന്നെ പെൻസിൽ മാറ്റിയെടുത്തതാണ്. ഇതാണ് ആദ്യം നമ്മൾ ക്യാമലിൻ്റെ പെൻസിൽ ഇതിനു വേണ്ടി എടുത്തത്. അതിൽ പണി നന്നായിട്ടൊന്ന് പാളിപ്പോയി. ചെത്തിയെടുക്കുമ്പോൾ തന്നെ ഇത് പൊട്ടും. ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 6 പീസിൻ്റെ അടുത്തത് പൊട്ടി തന്നെ പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഞാൻ കാർവ് ചെയ്ത് എടുത്തത് വേറെയും പൊട്ടിയിട്ടുണ്ട്. അത് പൊടിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ പെൻസിലെടുത്തത്. അത് തന്നെ ഒഴിവാക്കി. ആ പെൻസിൽ ഭയങ്കര ഹാർഡാണ്. അത് ചെയ്യാൻ സുഖമാണ് ശരിക്കും. പക്ഷേ അതെന്താ അങ്ങനെ വന്നതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അതോടെ നമ്മൾ പദ്ധതി മാറ്റി വേറെ പെൻസിലെടുത്ത് ചെയ്തതാണ്. അപ്പോൾ കുറേ സമയമായി മൊത്തത്തിൽ ഇതിന്. എങ്കിലും നമ്മൾ ചെയ്തത് ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് പിന്നെ അതിലൊരു സന്തോഷം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇങ്ങനെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മളിത് ഒരു ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നല്ല ഭംഗിക്ക് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഫ്ലെക്സ് ക്യൂക്ക് എന്തായാലും മതി, പശ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒട്ടി കിട്ടി. ഇനി നമ്മളത് ആ ക്രാഫ്റ്റ് ബോട്ടിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. അത് സൂക്ഷ്മമായിട്ട് വെക്കേണ്ട സംഭവമാണിത്. ഇത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാലും ഇത് വലിയ പാടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഇതുപോലെ ബോട്ടിൽ കയറ്റി മനോഹരമായിട്ട് സൂക്ഷിച്ച് വെക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങൾക്കാണ്
നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഏറെക്കുറെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.